ബി പി അതായത് ബ്ലഡ് പ്രഷർ. പണ്ടൊക്കെ ബി പി കൂടുതലായി കണ്ടുവരുന്നത് പ്രായമായവരിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് പോലും ബി പി എന്ന ആരോഗ്യ പ്രശ്നം കാണാൻ തുടങ്ങി. ചെറുപ്പക്കാരിലും ബ്ലഡ് പ്രഷർ ഉയരുന്നതിനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് സ്ട്രെസ്സും അനാരോഗ്യകരമായ ജീവിത രീതിയുമാണ്. സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ വരുന്നതിന് പ്രധാന കാരണം ബി പി ആണ്. ബി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നും പറയും. സ്ട്രോക്ക് വന്നാൽ ശരീരം തളർന്നു പോകാനുള്ള അവസ്ഥ വരെ ഉണ്ടായേക്കാം. മാത്രമല്ല ഹൃദയാരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ബി പി. അതുകൊണ്ട് ഓരോരുത്തരും ബി പി നിയന്ത്രിച്ചു നിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ബി പി അതായത് ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്ന നാച്ചുറൽ റെമഡി അല്ലെങ്കിൽ ഹോം റെമഡിയാണ് ഞാനിന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ബി പി നിയന്ത്രിക്കാനുള്ള ഹോം റെമഡി ഏതാണെന്ന് പരിചയപ്പെടാം. ഈ ഒരു നാച്ചുറൽ റെമഡി തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഭാഗമാണ് നമുക്ക് ഈ ഒരു റെമഡി തയ്യാറാക്കാനായി ആവശ്യമുള്ളത്. സവാളയുടെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം പകുതി മുറിച്ചെടുക്കുക. ഇനി ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. സവാളയിൽ അടങ്ങിയിരിക്കുന്ന പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റായ ക്വെർസെറ്റിനാണ് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ബ്ലഡ് വെസൽസ് റിലാക്സ് ചെയ്യുന്നതിനും ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഡയസ്റ്റോളിക് ആൻഡ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നോർമലാക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ പൊട്ടാസ്യത്തിൻ്റെ നല്ലൊരു സോഴ്സ് കൂടിയാണ് സവാള. നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു മിനറലാണ് പൊട്ടാസ്യം. ഇതുകൂടാതെ കൊളസ്ട്രോൾ ഉള്ളവരിൽ ഹൈ കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹമുള്ളവരിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനും കൂടെ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് സവാള. സവാളയിലെ സൾഫർ കോമ്പൗണ്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് തടയുന്നതിന് സഹായിക്കും. പകുതി സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. സവാള ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. ജ്യൂസ് എടുക്കാനായി ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുക്കുക. അരിപ്പയിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് എടുക്കുക. ദിവസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്കിതുപോലെ കുടിക്കാവുന്നതാണ്. ഇത് 30 ദിവസം അടുപ്പിച്ച് കുടിക്കണം. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യുക. രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം നല്ലൊരു ഡയറ്റ് കൂടെ ഫോളോ ചെയ്യണം. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായി മരുന്ന് കഴിക്കുന്നവരും അല്ലാത്തവരും ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇലക്കറികളായ ചീര, മുരിങ്ങയില എന്നിവയിൽ പൊട്ടാസ്യം കൂടുതലാണുള്ളത്. ഇവ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. സിട്രസ് പഴങ്ങളായ ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, നാരങ്ങ തുടങ്ങിയ പഴങ്ങളിൽ വൈറ്റമിൻ സി ധാരാളമായി കാണപ്പെടുന്നു. ഇവ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും അങ്ങനെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കും. അതിനാൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അടുത്തത് വെളുത്തുള്ളി. ബ്ലഡ് വെസൽസ് റിലാക്സ് ചെയ്യാനും ഹൈ ബി പി കുറയ്ക്കാനും വളരെ നല്ലതാണ് വെളുത്തുള്ളി. അടുത്തത് ഓട്സ്, മാതള നാരങ്ങ, ബീട്രൂട്ട്, വാൽനട്ട്, മഞ്ഞൾ എന്നിവയെല്ലാം ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. പരിപ്പ്, പയർവർഗ്ഗങ്ങൾ, ഒമേഗ 3 അടങ്ങിയ മത്സ്യങ്ങൾ, മറ്റു പച്ചക്കറികൾ, മത്തൻകുരു, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് എല്ലാം ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഇവയെല്ലാം നിങ്ങൾക്ക് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇനി ബി പി ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് പറയുന്നത്. ബ്ലഡ് പ്രഷർ ഉള്ളവർ ഉപ്പിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കണം. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഉപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. സംസ്കരിച്ച ഭക്ഷണങ്ങളും മട്ടൺ, ബീഫ് തുടങ്ങിയ റെഡ് മീറ്റ്സ് ഒഴിവാക്കുക. പഞ്ചസാരയടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും മധുരപാനീയങ്ങളും പരമാവധി കുറയ്ക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ബ്ലഡ് പ്രഷർ ഉള്ളവർ ഇതൊക്കെയാണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഡയറ്റെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാം. ഈ ഒരു നാച്ചുറൽ റെമഡിയും ഫോളോ ചെയ്യാം. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്തും റെമഡിയൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്